നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിദല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കേരള നദുവത്തുൽ മുജാഹിദീൻ കേരളത്തിനകത്തും പുറത്തും പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഒരുമിച്ചു കൂടിയവരാണ് നമ്മളെല്ലാവരും. കാസർഗോഡ് ജില്ലാ പ്രവർത്തകന്മാരുടെ സംഗമത്തിൽ ഒരല്പസമയം ചെലവഴിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. സത്യത്തിൽ ഒരു മഹാപകർച്ചവ്യാധി സമൂഹം ഒന്നടങ്കം നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി പഠിക്കാനും പരിചയപ്പെടുത്താനും നമുക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് തന്നെ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഏറെ പ്രസക്തമായ ഒരു പ്രമേയമാണ് നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്നുള്ളത്. കാരണം ഇന്ന് ഓരോരുത്തർക്കും വായിൽ എന്തു തോന്നുന്നുവോ അത് മതമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാമിന്റെ ഒരാശയാദർശങ്ങളിൽ പോലും കേട്ടുകേൾവികളില്ലാത്ത പല കറാമത്ത് കഥകളും ഇല്ലാ കഥകളും ഇസ്ലാമിന്റെ പേരിലേക്ക് വച്ച് കെട്ടപ്പെടുകയും ഈ വിശ്വാസി സമൂഹത്തെ ബഹുദൈവ വിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും കൊണ്ടുപോകുന്ന മതപുരോഹിതന്മാരുടെ കഥകളാണ് ദിനേനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു പച്ചക്കരളുള്ള മനുഷ്യനും വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത നിലക്കുള്ള കഥകൾ അവനവന്റെ ശൈഖന്മാരുടെയും തങ്ങന്മാരുടെയും കറാമത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മീഡിയകൾക്ക് മുൻപിൽ പോലും ഇസ്ലാമിനെ താറടിച്ചുകൊണ്ടിരിക്കുന്ന, വാണിജ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയവുമായി നമ്മൾ മുൻപോട്ട് ഇറങ്ങുന്നത്. എന്റെ ബഹുമാന്യരായ കാസർകോട്ട് പ്രദേശത്തുള്ള സഹപ്രവർത്തകരോട് സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ട ചില മാറ്റങ്ങളെ പറ്റിയും തിരുത്തലുകളെ പറ്റിയുമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അത് ഒരുപാട് വ്യക്തികളെയും കുടുംബങ്ങളെയും മാറ്റാൻ സാധിക്കും എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു ഹൃദയം. ഞാൻ എന്റെ അനുഭവത്തിലുള്ള ഒരു കഥ ബഹുമാന്യരായ സഹപ്രവർത്തകരുമായി ഒരു തിരിച്ചു വേണ്ടിയിട്ട് സൂചിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്ത്, കണ്ണൂരിനടുത്ത് തലശ്ശേരിക്കടുത്തുള്ള വടകരയിൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു നിക്കാഹ് പങ്കെടുത്തു. ആ നിക്കാഹിന് എന്നെ നിക്കാഹ് കർമ്മത്തിന് വിളിച്ചേൽപ്പിച്ചത്
ഞാൻ നിക്കാഹ് നടത്താൻ പോകുന്ന വീട്ടിലെ മൂത്ത മകളുടെ ഭർത്താവാണ്. അന്ന് അദ്ദേഹം പണിയെടുക്കുന്നത് ഷാർജയിലാണ്. ഷാർജയിലുള്ള ഇസ്ലാമി പ്രവർത്തകന്മാരുടെ നിരന്തരമായ പ്രബോധനത്തിന്റെ ഫലമായി അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം അഥവാ ഇസ്ലാമിന്റെ തനതായ ആശയം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ നാടും കുടുംബവും ചെയ്യുന്ന ഇടത്തിനോടും മുൻകരുതലുകളായ കാര്യങ്ങളോടും താല്പര്യക്കുറവ് അനുഭവപ്പെടുകയും എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ചെയ്താല് മറ്റേ ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ ഏറെ സംസാരം ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും സ്ക്രീനുമ തൊട്ട് കഴിഞ്ഞാല് ഓഡിയോന്റെ ഒരു ചിഹ്നം വരും, അതുമേൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ആ ബ്ലോക്ക് ആവും. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഏകദേശം 35ഓളം വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനിങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ്. എന്റെ വീട്ടിൽ ഭാര്യന്റെ അനിയത്തിയുടെ വിവാഹമാണ്. താങ്കളൊന്ന് വന്ന് നിക്കാഹ് കുട്ടുമ നടത്തി തരണം. ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് ഞായറാഴ്ച രാവിലെ വടകര അങ്ങാടിയിൽ അദ്ദേഹം എന്നെ ബൈക്കുമായിട്ട് കൂട്ടാൻ വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിക്കാഹുള്ള വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആ ഭാര്യ വീട്ടിലെത്തിയപ്പോ കണ്ടത് സ്റ്റേജ് നിറയെ പുരോഹിതന്മാർ. ആ സ്റ്റേജിലേക്ക് എനിക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലും തരാത്ത നിലക്ക് അവര് സ്റ്റേജ് മുഴുവനും സീറ്റിട്ട് നിരത്തി. അവസാനം എന്നെ കൊണ്ടുപോയ ചെറുപ്പക്കാരൻ സ്റ്റേജിന്റെ താഴെ അയാൾക്ക് കിട്ടിയ ഒരു കസേര എനിക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ അങ്ങോട്ട് കയറുന്ന ഉടനെ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ നിക്കാഹിന്റെ മുൻപ് മലയാളത്തിൽ ഒരു ഉദ്ബോധനം വേണമെന്ന്. അദ്ദേഹം കൈമലർത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും പള്ളി കമ്മിറ്റിക്കാരെല്ലാവരും കൂടി വന്നു, അത് നടത്താൻ സമ്മതിക്കൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ പ്രിയാപ്ലെ ചെയ്യാ. അങ്ങനെ എന്നോട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അതേ സമയത്ത് ഈ തലക്കെട്ടുകാരായ പുരോഹിതന്മാരും പ്രസംഗിച്ചു തുടങ്ങി. പ്രസംഗിച്ചതല്ല, അവർ അറബിയിൽ എന്തോ ചൊല്ലി തുടങ്ങി. എന്നേക്കാൾ ഏറെ ശബ്ദത്തിൽ മൈക്ക് അവർ ഉപയോഗിച്ചു. അവസാനം നിസ്സഹായനായി ഞാൻ അവിടെ ഇരിക്കുമ്പോ അവര് നിക്കാഹ് പൂർത്തീകരിക്കുകയും അവരുടെ എല്ലാ കർമ്മങ്ങൾ അവസാനിച്ചതിന് ശേഷം എന്നെ കൊണ്ടുപോയ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ആരില്ലെങ്കിലും നിങ്ങൾ പ്രസംഗിച്ചു തുടങ്ങിക്കോളൂ. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ ആ സദസ്സും വേദിയും ഒക്കെ കാലിയായി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. ഞാനൊറ്റക്കും സദസ്സിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരൻ ഒറ്റക്കും. ഒരല്പം ആശങ്ക മനസ്സ് തോന്നിയപ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അതെ അവരെ കേൾപ്പിക്കാനല്ല ഉദ്ദേശിച്ചു. ഈ മൈക്കിന്റെ 2 സ്പീക്കറും 2 ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ ചുറ്റുഭാഗത്തുള്ള വീട്ടുകാരിൽ ആരെങ്കിലും ഇത് കേൾക്കും, അത് കേൾക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അവസാനം 15 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു. ഒരു പിടി ഭക്ഷണം കഴിച്ച് എന്നെ അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിച്ചു തന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ലോക്ക്ഡൌണിന് തൊട്ടു മുൻപ് അതേ പ്രദേശത്ത് അന്ന് സ്റ്റേജിൽ പോലും കയറാൻ സമ്മതിക്കാതെ അപമാനിക്കപ്പെടുന്ന രീതിയിൽ ഞാൻ ഒറ്റക്കും കേൾവിക്കാരനായി ആ ചെറുപ്പക്കാരനും മാത്രമുള്ള ആ നാട്ടിൽ ഇന്നൊരു മുജാഹിദ് പള്ളിയുണ്ട്. 45ഓളം വീടുകൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം സ്വീകരിക്കുന്ന മുവഹിദീങ്ങളാണ്. ഇന്ന് ചൊവ്വാഴ്ചകൾ തോറും അവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഏകദേശം 60-ലധികം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വ്യക്തിയെ കൊണ്ടാണ് ആ നാട്ടിലൊരു ഇളക്കമുണ്ടാക്കാനും ചലനം ഉണ്ടാക്കാനും സാധിച്ചതെങ്കിൽ അള്ളാഹു അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതും. നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്, ഒരുപാട് രാഷ്ട്രീയപരമായും അല്ലാത്ത കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ റബ്ബ് പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അത് റബ്ബിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്നവനായിരിക്കും. നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന നിലക്ക് ആദർശ പ്രബോധന രംഗത്ത് നമ്മൾ സജീവമാകേണ്ടതുണ്ട്. കാരണം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ
ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്വരീഖത്തുകാരുടെയും മതവാണിഭക്കാരുടെയും മേഖലയായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മിമ്പറുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസ്ഥാനുകൾ പോലും കോടിക്കണക്കിന് വിൽപ്പനച്ചരക്കാക്കി മാറ്റാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. ഇല്ലാത്ത ജ്യൂസ് കഥകളും ഇല്ലാത്ത കറാമത്തുകളും വ്യാഖ്യാനിച്ച് വ്യത്യസ്ത നാടുകളിലുള്ള ത്വരീഖത്ത് കേരളക്കരയിലേക്ക് മടാൻ ഉപയോഗിക്കുന്ന പുരോഹിതന്മാർ വർദ്ധിച്ചു വരുമ്പോ വിശ്വാസി സമൂഹമേ, തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെയുള്ളൂ, തൗഹീദ് പ്രചരിപ്പിക്കാനും നമ്മളെയുള്ളൂ. പലരും ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കാം. പല നിലക്കും ഇല്ലാക്കഥകള് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രചരിപ്പിച്ചേക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, കേരളക്കരയിലെ പല കുടുംബങ്ങളിലും വെളിച്ചമെത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ പ്രസരണം കൊണ്ടാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളെ കൊണ്ടാണ്. ഇനിയും അങ്ങോട്ടും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ അത് ആ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മളിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കേയുള്ളൂ എന്നതല്ല, എനിക്കൊറ്റയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് വിശ്വാസിയുടെ ചിന്ത. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇസ്ലാമിക ലോകത്ത് തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അബൂദർ എന്ന മനുഷ്യൻ അന്ന് ഖുറൈശ് ഗോത്രക്കാരുടെ തൊട്ടയൽ ഗോത്രമായ ഗഫാർ ഗോത്രക്കാരനായിരുന്നു. ഗഫാർ ഗോത്രക്കാരെ മക്കക്കാർക്ക് പേടിയ. കാരണം ഗഫാർ ഗോത്രക്കാർ അന്നറിയപ്പെട്ടത് ഗുണ്ടകളായിട്ടാണ്. കൊല്ലാനും ചാവാനും വെട്ടാനും രക്തം ചിന്താനും മടിയില്ലാത്ത ഗഫാർ ഗോത്രം. ആ ഗഫാർ ഗോത്രത്തിലെ അബൂദർ എന്ന ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തോട് താല്പര്യം തോന്നി. വിജനമായ മരുഭൂമിയിലൂടെ കത്തിയാളുന്ന വെയിലിന് താഴെ അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. മദീനത്തിൽ ചെന്നു അബൂദറിനെ റസൂലുള്ളാഹി രണ്ട് കൈയും വെച്ച് സ്വീകരിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 3 മാസം അബൂദർ റളിയല്ലാഹു അൻഹു മദീനത്തിൽ താമസിച്ചു. 3 മാസം കൊണ്ട് അദ്ദേഹം ഇസ്ലാമിന്റെ യഥാർത്ഥ വശങ്ങളെ പറ്റി ബോധ്യപ്പെട്ടു. തിരിച്ച് അദ്ദേഹം മക്കയിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ, ഞാൻ എന്റെ മക്കയിലേക്ക് മടങ്ങുകയാണ്. എന്റെ ഗഫാർ ഗോത്രക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ താങ്കൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം. അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, അബൂദർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചാൽ മതി. അത് പഠിപ്പിച്ചാൽ മനുഷ്യർ താനെ മാറും. മക്കയിലെ ലോകത്തിന്റെ റസൂലുള്ളാഹി നിയോഗിക്കപ്പെടുമ്പോ മക്കയിലെ ഭൂരിപക്ഷ ജനതയും ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നവരായിരുന്നു. കള്ളുകുടിക്കണം, പെണ്ണുപിടിക്കണം, യുദ്ധം ചെയ്യണം, കൊന്നൊടുക്കിയവന്റെ തലയും കാലും കെട്ടിത്തൂക്കിയിടണം, ജനത്തിന്റെ പേരിൽ കടിപ്പിടി കൂടണം. ആ ജനതയെ ഇന്ന് കാണുന്ന അഥവാ ലോകത്തിന്റെ പ്രവാചകൻ മരണപ്പെടുമ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല ജനതയാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ തിരുദൂതന് സാധിച്ചത് കരിമത്തോചനം ആ ജനതയെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് റബ്ബിനെ പറ്റിയുള്ള പേടിയുണ്ടായി. പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മയോട് അള്ളാഹു പാടില്ലേ എന്ന് ചോദിക്കുന്ന ഭയമുണ്ടായി. ആട്ടിടനെയായ ചെറുപ്പക്കാരൻ പോലും ആടിനെ താങ്കൾക്ക് തന്നാൽ എന്റെ യജമാനന്റെ അതല്ലെങ്കിൽ എന്റെ റബ്ബിനോട് ഞാനത് എന്തു പറയും എന്ന് ചോദിക്കുന്ന വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, കാരുണ്യത്തിന്റെ ഭാഗങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചത് ആ തൗഹീദ് കൊണ്ടായിരുന്നു. അതുകൊണ്ട് അബൂദറിനെ താങ്കൾ തൗഹീദ് പഠിപ്പിച്ചാൽ മതി. അബൂദർ റളിയല്ലാഹു അൻഹു തിരിച്ചു മക്കയിലെത്തി. തിരക്ക് പിടിച്ച് കച്ചവടം നടത്തുന്ന മക്കയിലെ ചന്തയിൽ കയറി ചെന്ന് അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, അല്ലയോ ഖുറൈശ്, അല്ലയോ ബനൂ ഹാശിം, അല്ലയോ ഗഫാർ ഗോത്രങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ലാഭം മാത്രമുള്ളൊരു കച്ചവടത്തെ പറ്റി അറിയിച്ചു തരട്ടെ. എല്ലാവരും കച്ചവടം അവസാനിപ്പിച്ച് അബൂദറിന്റെ അരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, അബൂദറെ പറ, ഏതാണ് ആ കച്ചവടം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ജീവിതം റബ്ബിന് കൊടുക്കണം. ആ റബ്ബിന്റെ വായുവാണ് ശ്വസിക്കുന്നതെങ്കിൽ, ആ റബ്ബിന്റെ വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ, ആ റബ്ബിന്റെ സുഖസൗകര്യങ്ങളാണ് നിങ്ങൾ ആസ്വദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ആ റബ്ബിന് വേണ്ടി കൊടുക്കണം. ആ റബ്ബിന്റെ വാക്കുകൾക്ക് വേണ്ടി കൊടുക്കണം. തൗഹീദിൽ അധിഷ്ഠിതമായി ഉറച്ചു നിൽക്കുന്ന ഒരേകദൈവ വിശ്വാസിയായ ജനതയായി മാറണം. കേട്ട ഉടനെ
പലരും പല ഭാഗത്തുനിന്നും അബൂദറിനെ തല്ലി, ചിലര് കല്ലെടുത്തെറിഞ്ഞു. അവസാനം അബൂദറിനോടുള്ള സർവ്വദേശവും കേട്ട് അവരെ തിരിച്ചു പോകുമ്പോ അബൂദറിന് ആകെയുള്ളത് നാവിന്റെ ചലനം മാത്രമായിരുന്നു. അത്രയേറെ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം മദീനത്തെ പള്ളിയിലിരിക്കുന്ന റസൂലുള്ളാഹിന്റെ അരികിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഒരിക്കൽ നമ്മളുടെ അരികിൽ വന്ന് മടങ്ങിപ്പോയ അബൂദർ ഒരു വമ്പിച്ച ജനത്തെയും കൊണ്ട് മദീനയിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, അബൂദറെ, ആരാണ് ഈ കൂട്ടർ? താങ്കളോടൊപ്പം പിന്നാലെ വന്ന ഈ കൂട്ടരേതാണ്? താങ്കൾ എന്നെ ആക്രമിക്കാൻ വന്നതോ മദീനയെ കീഴ്പ്പെടുത്താൻ വന്നവനാണ്? അബൂദർ റളിയല്ലാഹു പുൻതിരിയോടെ പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരെ, താങ്കൾ എന്നെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഞാൻ എന്റെ ഗഫാർ ഗോത്രത്തിനും അസ്ലം ഗോത്രത്തിനും പഠിപ്പിച്ചു കൊടുത്തപ്പോ അവരിൽപ്പെട്ട പലരും ഇസ്ലാമിനോട് താല്പര്യം കാണിച്ച് ആ മുസ്ലിമീങ്ങളാവാൻ താല്പര്യം പ്രകടിപ്പിച്ച അവരെയും കൊണ്ട് വന്നതാണ് നബിയെ ഞാൻ എന്ന് അബൂദർ റളിയല്ലാഹു പറയുമ്പോ അബൂദർ റളിയല്ലാഹുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അബൂദറെ, സൂര്യന് താഴെ ഒരാൾ നടത്തുന്ന ഏറ്റവും വലിയ ജിഹാദാണ് താങ്കൾ നടത്തിയത്. ഇന്ന് നമ്മളെയും ഏൽപ്പിക്കപ്പെട്ടത് ആ ഉത്തരവാദിത്തമാണ്. ഞാൻ ഏറ്റെടുത്ത വിശ്വാസം, എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് അറിയിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങൾ വീക്ഷിക്കുന്നത് എന്റെ ജീവിതത്തെ പറ്റി. ഞാൻ പറയുന്ന തൗഹീദ് ജനങ്ങൾക്ക് താല്പര്യം തോന്നണമെങ്കിൽ എന്റെ ജീവിതം നന്നാവണം, ഞാൻ സത്യസന്ധനാവണം, ഞാൻ കുടുംബബന്ധം ചേർത്തവനാവണം, ഞാൻ സാമ്പത്തിക രംഗത്ത് കൃത്യമായ കാഴ്ചപ്പാടുകളും നന്മയുമുള്ളവനാകണം, എന്റെ കച്ചവട രംഗത്ത് മാന്യതയുണ്ടാകണം, ഞാൻ നീതിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നവനാകണം, ഞാൻ എന്റെ മക്കളോട് നീതി കാണിച്ചവനാകണം, ഞാൻ എന്റെ മാതാപിതാക്കളെ പരിഗണിച്ചവനാവണം. എങ്കിലേ ഞാൻ പരിചയപ്പെടുത്തുന്ന തൗഹീദ് നാട്ടുകാർ സ്വീകരിക്കും. അല്ലെങ്കിൽ അവർ അവജ്ഞതയോടെ പരിഹാസത്തോടെ എന്നെ പുച്ഛിക്കും. ആദ്യം നീ നന്നായിട്ട് വാ, നീ തൗഹീദ് ഉറച്ചിട്ട് വാ എന്നവരെന്നോട് പറയാതിരിക്കാൻ എന്റെ തൗഹീദ് എന്റെ പ്രവർത്തന രംഗത്ത് വെളിച്ചമായി കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കണം. മഹാനായ പ്രവാചകൻ ഇത് പഠിപ്പിച്ചപ്പോ പിന്നീട് റബ്ബിന് വേണ്ടി സഹാബത്ത് അതിന് തയ്യാറായി. ചുണ്ടോടടിപ്പിച്ച കള്ളിന്റെ കോപ്പകൾ അവർ വലിച്ചെറിഞ്ഞു. കുടിക്കാൻ ഉപയോഗിച്ച് ശേഖരിച്ചു വെച്ചിരുന്ന കള്ളിന്റെ വീപ്പകൾ അവർ തച്ചടച്ചു കളഞ്ഞു. സ്വന്തം വീടിന്റെ പകുതിയും സഹവാസിയായ അയൽവാസിയായ പാവപ്പെട്ടവന് കൊടുത്തു. സ്വന്തം പട്ടിണി കിടന്നിട്ടും തന്റെ സഹോദരനെ അവന് ഭക്ഷണം കൊടുത്ത് പരിപാലിച്ചു. സ്വന്തം ഭാര്യയോടും പെണ്ണിനോടും ആത്മാർത്ഥതയോട് അവർ പെരുമാറി. എന്തുകൊണ്ട്? അവരിൽ തൗഹീദിന്റെ വെളിച്ചം ഹൃദയത്തെ സ്വാധീനിച്ചപ്പോ. പ്രിയപ്പെട്ടവരെ, ആ തൗഹീദ് എനിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ അടയാളം സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ജനത്തിനും മുൻപിൽ പ്രകടിപ്പിക്കാനും പരിചയപ്പെടുത്താനും സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയ വെളിച്ചം മൂടിവെച്ച മുനാഫിക്കീങ്ങളും കാഫിറുകളിലും പെട്ടവരായി ഞാനും നിങ്ങളും മാറിപ്പോകും. അതുകൊണ്ട് നേടിയെടുത്ത വിശ്വാസം ജീവിതത്തിൽ പകർത്തി ഒരു നേരുള്ള വ്യക്തിയാവാൻ സാധിക്കണം. ഒരു വ്യക്തി നേരെയായാൽ അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിനാരാണ് തെളിവ്? ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് നുബുവത്ത് കെട്ടി കടന്നു വരുമ്പോ വിരലിനെണ്ണാൻ പോലും ആളുകളില്ലാത്തൊരു കാലഘട്ടത്തിൽ സഹായിക്കാനോ സംരക്ഷിക്കാനോ ഭാര്യ ഖദീജ ബീവി അല്ലാതെ ഒന്നിനും ഏതിനും ഒരാളുടെ ആശ്വാസത്തിന്റെ വർത്തമാനം പോലും കിട്ടാത്ത കാലത്ത് അടിയുറച്ചു നിന്ന് റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുത്തപ്പോ പിന്നീട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചമെത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കാസർകോട്ടെ KNM-ന്റെ ISM-ന്റെ MSM-ന്റെ MGM-ന്റെ പ്രവർത്തകരെ ഒരാൾ തിരുത്താൻ തയ്യാറായാൽ, ഒരു വ്യക്തി നേരെയായാൽ നമുക്ക് നാടും നഗരവും തിരുത്താൻ സാധിക്കും എന്ന തെളിവ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്വയം മാറുമ്പോ, നേരിനൊപ്പം നിലനിൽക്കുമ്പോ, പിന്നെ സമൂഹത്തിന്റെ ഓരോ ഭാഗത്തും ആ മാറ്റങ്ങൾ എത്തിപ്പെടും. കാസർഗോഡിന്റെ പല മണ്ണിലേക്കും ഈ വെളിച്ചം വന്നത് ആകാശത്ത് നിന്ന് പ്രവാചകന്മാര് ഏതെങ്കിലും തരത്തിൽ ഇറക്കപ്പെട്ടതുകൊണ്ടല്ല. വിശ്വാസരായ നമ്മുടെ മുൻഗാമികൾ കേരളക്കരയുടെ മുക്കുമൂലകളിൽ എങ്ങനെ ഈ ആദർശത്തിന്റെ വെളിച്ചമെത്തി
ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതല്ല. മുൻഗാമികളായിരുന്ന നമ്മളെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നമ്മളെ പ്രവർത്തകന്മാർ ദീനിനെ ശരിയായി മനസ്സിലാക്കി സമൂഹത്തിലെ പഠിപ്പിച്ചു കൊടുക്കാൻ ത്യാഗം മറന്ന് ത്യാഗമൂലത്തോടുകൂടി പണിയെടുത്ത വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് സാഹിബിനെ പോലെ, സെയ്ദ് മൗലവിയെ പോലെ, അനബി മൗലവിയെ പോലെ, അവാനി മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ത്യാഗം സഹിച്ച് മൂർച്ചയുള്ള ഊരക്കുഴൽ കേട്ട് നാട്ടുകാരുടെ പരിഹാസങ്ങളും അഥവാ കൊല്ലപ്പെടുമെന്ന ഭയത്തിന്റെ മുൻപിൽ പോലും പതറാതെ റബ്ബിന്റെ തൗഹീദിന് വേണ്ടി കേരളത്തിന്റെ മുക്കുമൂലകളിലും വിദേശ രാജ്യത്തും അവർ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യമാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. 9 മാസം ഗർഭിണിയായ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയി നഫീസത്തുമാനം കുടിപ്പിച്ച് മരിച്ചുപോയ കാലഘട്ടം കേരളക്കരയിലുണ്ട്. അവസാനം ബാധിച്ച മക്കളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതിന് പകരം പള്ളിയിലേക്ക് കൊണ്ടുപോയി ഉസ്താദുമാരെ മന്ത്രിച്ചൂടി കൊടുക്കുന്ന ഏലസ് കെട്ടി സ്വന്തം മക്കൾ കൺമുൻപിൽ മരിച്ചത് കണ്ട് വെപ്രാളപ്പെട്ട കേരളത്തിന്റെ ജനതയുണ്ട്. രാത്രി കിടന്ന പായയിൽ നിന്നും പെണ്ണെങ്ങാനും അല്പം ചെരിഞ്ഞു കിടന്നാൽ അവിടെ ചിന്നു കൊണ്ടുപോയതാണെന്ന് വ്യാഖ്യാനിക്കുകയും അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ആ പാവപ്പെട്ട പെണ്ണിനെ ജിന്നടിച്ചിറക്കൽ ചികിത്സ നടത്തി ചൂഷണം ചെയ്ത കാലഘട്ടം കേരളക്കരയിലുണ്ടായിരുന്നു. എങ്ങനെ അത് മാറി? മുൻഗാമികളായ പണ്ഡിതന്മാരെ കൊണ്ട്, പ്രവർത്തകന്മാരെ കൊണ്ട്, നിസ്വാർത്ഥരായ ആ പ്രവർത്തകന്മാരുടെ മനസ്സിന്റെ വലുപ്പത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ആദർശത്തോടും ഈ വിശ്വാസത്തോടും നമ്മൾ ചെയ്യുന്ന ചതിയാണത്. സ്ഥാനമാനങ്ങളെക്കാൾ, അധികാരങ്ങളെക്കാൾ, ഏറ്റെടുത്ത ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളെ പറ്റിയുള്ള ചിന്തകളെക്കാൾ നമ്മളെ പ്രാപ്തനാക്കേണ്ടത് എന്നിലൂടെ ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടണം എന്ന ചിന്തയും നീക്കത്തുമായിരിക്കണം. നമുക്കാരുടെയും ഫാൻസുകൾ വേണ്ട, നമുക്കാരുടെയും പബ്ലിസിറ്റി വേണ്ട, നമുക്കൊരാളുടെയും ഉപേക്ഷലുകൾ വേണ്ട. അത് ഇന്ന് വരെ ഈ പ്രസ്ഥാനം ആഗ്രഹിച്ചിട്ടുമില്ല. ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച കേരളത്തിലെ ഏതെങ്കിലും സമ്മേളനങ്ങളെ കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരന്റെയും ചിഹ്നനരങ്ങാൻ മുജാഹിദ് പ്രസ്ഥാനം പോയിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനോടും ഒരു പഞ്ചായത്തിന്റെ പ്രസ്ഥാനം പോലും ഈ പ്രസ്ഥാനം നിലനിൽക്കില്ല. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതും പണിയെടുക്കുന്നതും ആളുകൾക്കിടയിൽ മഞ്ഞപിള്ള ചമയാനല്ല, റബ്ബിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാ. ഞാൻ കാരണം, എന്റെ ഒരു ചുലേഖനം കാരണം, എന്റെ ഒരു കൂട്ടായ്മ കാരണം, എന്റെ ഒരു സംഘാടനം കാരണം ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ജീവിതത്തിൽ ഒരു തെളിനാളം, ഒരു വെളിച്ചം കിട്ടാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ കടമ എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളാവുക. അങ്ങനെയുള്ള വിശ്വാസ സമൂഹമാകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 9 മണി മുതൽ 9:30 വരെ മറ്റൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനുണ്ട്. 8:30 മുതൽ 9 വരെ. അതെങ്ങനെയാണ്? പ്രാർത്ഥിക്കുക.